ഹലോ കൂട്ടുകാരെ, ഗുഡ് മോർണിംഗ്. ഇന്ദുസ് ആർട്ട് ആൻഡ് ക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുക. അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞു വിശേഷങ്ങളിലേക്ക് സ്വാഗതമുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇന്നത്തെ എൻ്റെ ചെറിയ വിശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയോ ഇല്ലേ എന്നുള്ളത് എനിക്കറിയില്ല. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്താനും മറന്നു പോകരുത് കേട്ടോ. ഒത്തിരി കൂട്ടുകാർ ഇപ്പം എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആദ്യം ഉണ്ടായിരുന്നു കേട്ടോ, ഇപ്പോൾ കുറേ പുതിയ പുതിയ കൂട്ടുകാർ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ സ്ഥിരമായിട്ട് കാണുന്നവരും ഉണ്ട്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒരുപാട് സന്തോഷം സപ്പോർട്ട് ചെയ്യുന്നതിൽ. കാരണം നമ്മളുടെ എന്താ പറയുക, ഈ ഒരു ചാനലിൽ അധികം കണ്ടൻറ്റുകളൊന്നും ഇല്ലെങ്കിൽ കൂടി ഞാൻ എന്നും വീഡിയോ ഇടുന്നുണ്ട്. നിങ്ങളെല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിൽ തന്നെ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വിശേഷങ്ങളിലേക്ക് അങ്ങനെ പോവാമല്ലേ. അപ്പോൾ എനിക്കിന്ന് നമ്മളെന്തെങ്കിലും ഒരു പണി ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇരട്ടി പണി 8ൻ്റെ പണി നമുക്ക് തിരിച്ച് കിട്ടുന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ വേറൊന്നല്ല, ഞാനിന്ന് 4-5 തേങ്ങ പൊളിച്ചിടാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് പൊളിക്കുന്ന ആ ഒരു ടൈമിൽ തന്നെ ബക്കറ്റിൽ കൊണ്ടുപോയിടാൻ വേണ്ടി, ചകിരി ഉണ്ടല്ലോ, ആ ചകിരി ബക്കറ്റിൽ തന്നെ ഇടാൻ വേണ്ടിയിട്ട് ബക്കറ്റ് അടക്കം അവിടെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതേ ഏട്ടനും അപ്പോസും കൂടെ ഒക്കെ തേങ്ങ പൊളിക്കാൻ വേണ്ടി പോയി. തേങ്ങയൊക്കെ പൊളിച്ച് ചകിരിയൊക്കെ വാരി വലിച്ചിട്ടു. അതുപോലെ ഒരു ബക്കറ്റിൽ ഞാൻ 2-3 വിറകിൻ്റെ പീസും കൊണ്ടുവന്ന് വെക്കും കേട്ടോ. നമുക്കിവിടെ അകത്തേക്ക് കത്തിക്കാനുള്ളത് ഒരു ബക്കറ്റിൽ ചകിരി ഇടാമെന്ന് വിചാരിച്ച് അങ്ങനെ വെച്ചതായിരുന്നു കേട്ടോ. രണ്ടും കൂടെ ബക്കറ്റ് മാത്രമുണ്ട് ഞാൻ ചെന്ന് നോക്കുമ്പോൾ കേട്ടോ. പിന്നെ അതൊക്കെ ഒന്ന് തരം തിരിച്ച് നമ്മൾ മാറ്റിയിട്ടു കേട്ടോ. പിന്നെ നമുക്ക് ഇന്ന് കത്തിക്കാനില്ല. അപ്പോൾ അതുകൊണ്ട് കത്തിക്കാനുള്ള ദിവസം ആ ബക്കറ്റ് അങ്ങനെ ഇവിടെ എടുത്ത് കൊണ്ടുവരിക ചെയ്യുന്നത്. പിന്നെ നമ്മുടെ കറ്റാർ വാഴ മാത്രമേ ഇപ്പോൾ ഇവിടെ ചെടിയായിട്ട് നിൽക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതിന് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ച് എന്നൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല കേട്ടോ. ഇടയ്ക്ക് 2 ദിവസം കൂടുമ്പോൾ അങ്ങനെയൊക്കെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. അതിനധികം വെള്ളം കാര്യങ്ങളൊന്നും വേണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് അങ്ങനെ അങ്ങോട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിപ്പോൾ വൈകുന്നേരമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ കണ്ടിട്ടില്ല കേട്ടോ. കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവനും വരുമായിരുന്നേ. പിന്നെ ഞാൻ ചീര പറിക്കാൻ വേണ്ടിയിട്ട് പോയതാണ് കേട്ടോ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പൂസിന് ചീരയോ മുരിങ്ങയോ എന്തെങ്കിലുമൊക്കെ വേണം എന്നുള്ളത്. അപ്പോൾ അവനാണെങ്കിൽ വേറെയുള്ള ഭക്ഷണമൊന്നും ചിലപ്പോൾ അങ്ങനെ കഴിക്കില്ല കേട്ടോ. അപ്പോൾ ഞാൻ വേഗം മുരിങ്ങ പറിക്കാൻ വേണ്ടിയിട്ടാണല്ലോ സാധാരണ ഓടാറുള്ളത്. ഇപ്പോൾ മുരിങ്ങയിലൊക്കെ ഇലയൊക്കെ കൊഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ മുരിങ്ങയില ഇല്ല, പിന്നെയുള്ള 2 ചീര പൊട്ടിക്കാലോ എന്ന് വിചാരിച്ചിട്ടുള്ള ചീര പറിക്കാൻ വേണ്ടി പോയതായിരുന്നേ. അങ്ങനെ അതൊക്കെ പറിച്ച് കഴിഞ്ഞു. പിന്നെ അതിന് ഇടയ്ക്ക് പകൽ അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അമ്മ വിളിച്ച സമയത്ത് ഞാനിങ്ങനെ മുരിങ്ങയുടെ കാര്യം പറഞ്ഞപ്പോൾ അവിടെ മുരിങ്ങയുടെ മരത്തിൽ മുരിങ്ങയുണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ നന്നായിട്ട് നനച്ച് കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ചുവട്ടിൽ ചെറുതായിട്ട് തടം വെച്ചിട്ട് നനച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇല ഉണ്ട് എന്നുള്ളത് പറഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ എന്നോട് പറഞ്ഞു ഇവിടെ ഉള്ളതിനൊന്ന് അടിയിൽ തടം, ആ വെള്ളം ഒഴുകി പോവാത്ത രീതിയിലൊന്ന് തടം വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി, എന്നാൽ കുറച്ചൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഏതായാലും അങ്ങനെ ചെയ്യുക. കാരണം ഇപ്പോൾ നമുക്ക് മുരിങ്ങയിൽ അത്യാവശ്യമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ എൻ്റെ മുടി കൊഴിച്ചിലിൻ്റെ കാര്യമൊക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിന് നമ്മൾ കോട്ടയ്ക്കൽ വൈദ്യശാലയിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് നറിഷിങ് ഷാമ്പു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഷാമ്പു ഉണ്ടായിരുന്നു, അതുപോലെ ഓയിൽ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് തേച്ചിട്ട് നമ്മളോട് പറഞ്ഞിരിക്കണത് കഴിക്കാനുള്ള ഗുളികയുണ്ട് കേട്ടോ. രാവിലെയും വൈകുന്നേരം കഴിക്കാനുള്ള വലിയ വലിയ ഗുളികകൾ കുറേ ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ അതുപോലെ തലയിൽ തേക്കാനുള്ളൊരു ഓയിലും അതുപോലെ തന്നെ അതിൻ്റെ ഷാമ്പു ഉണ്ട് കേട്ടോ. അതിൽ തന്നെ നമ്മൾ ഈ ഓയിൽ സ്കാൽപ്പിൽ തേച്ച് പിടിപ്പിച്ചിട്ട് കുറച്ച് നേരം മസാജ് ചെയ്തിട്ട് ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് എന്നോട് ഷാമ്പു ഉപയോഗിച്ചിട്ട്, അതിൻ്റെ കൂടെ തന്നെയുള്ള ഷാമ്പു ആണ് കേട്ടോ, അത് ഉപയോഗിച്ചിട്ട് കഴുകി കളയാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ താരനെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഷാമ്പു വരുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാനത് തേക്കുന്നതിന് മുന്നേ ആദ്യം ഒന്ന് കൈകൊണ്ട് വേറെടുക്കും. മുടി നന്നായിട്ട് കൈകൊണ്ട് വേറെടുത്തതിന് ശേഷം കുറച്ച് സമയം എടുത്ത് ചെയ്യണം കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ മുടി പൊട്ടിപ്പോവും. ഇപ്പോൾ എന്താ വെച്ചാൽ ഞാൻ ഈ ഷാമ്പു യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ തീരെ എണ്ണമയല്ല എൻ്റെ തലയിൽ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ പൊട്ടാനുള്ള ചാൻസ് കുറച്ചും കൂടെ കൂടുതലാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായിരിക്കും കൊഴിഞ്ഞു പോയിട്ട് അടിയൊക്കെ ഇങ്ങനെ വാല് പോലെ ഇരിക്കുന്നത്. പക്ഷേ എനിക്കിത് വെട്ടാൻ മനസ്സില്ലാത്തത് കൊണ്ടാണ് കേട്ടോ അങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ അതന്നെ ഞാൻ ഇപ്പോൾ അങ്ങനെ പതുക്കെ നമ്മൾ കുറച്ച് സാവധാനം വേറെടുത്തതിന് ശേഷം
ഞാൻ ആദ്യം നമ്മൾ സാധാ ഉപയോഗിക്കുന്ന പല്ല് അകലുള്ള ചെറുപ്പുണ്ടല്ലോ, ആ ചെറുപ്പ് ഉപയോഗിച്ചിട്ട് ചീകിയെടുക്കും. പിന്നെ അത് ചീകിയതിന് ശേഷം പേൻ ചെറുപ്പുണ്ടല്ലോ, അപ്പോൾ പേൻ ചെറുപ്പിൽ തന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പല്ല് അകലം കുറച്ചുള്ളതും പറ്റില്ലാത്തതും ഒക്കെ ഉണ്ടാകും കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ചെറിയ ചെറുപ്പാണ് മേടിച്ചിട്ടുള്ളത്, പാൻ ചെറുപ്പ് കേട്ടോ, ചെറിയ ചെറുപ്പ്. അപ്പോൾ അതിൽ നല്ല തിക്കുള്ള മുടിയൊക്കെയാണ് ഉള്ളവർ ഉണ്ടെന്നുണ്ടെങ്കിൽ പാൻ ചെറുപ്പൊന്നും ചിലപ്പോൾ യൂസ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ തലയിൽ ഇങ്ങനെ ചീകുന്ന സമയത്ത് ചീകാൻ വയ്ക്കില്ല കേട്ടോ, പല്ലകലില്ല എന്നുണ്ടെങ്കിൽ. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ യൂസ് ചെയ്താൽ മതി. അപ്പോൾ എൻ്റെത് നല്ലോണം കൊഴിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ പാൻ ചെറുപ്പൊക്കെ നമ്മൾ സാധാ ചെറുപ്പ് യൂസ് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ എനിക്ക്. അപ്പോൾ ഞാൻ അതുകൊണ്ടും ചീകും. അതിന് ശേഷമാണ് ഞാൻ ആ ഓയിൽ എടുത്തിട്ട് സ്കാൽപ്പിൽ നന്നായിട്ട് തേച്ച് പിടിച്ചിട്ട് നമ്മൾ തല താഴ്ത്തി പിടിച്ചിട്ടൊക്കെ തേക്കും. തല താഴ്ത്തി പിടിച്ചിട്ടൊക്കെ നല്ല രീതിയിൽ സ്കാൽപ്പിൽ തേച്ച് പിടിപ്പിച്ചിട്ട് കുറച്ച് നേരം ഒന്ന് മസാജ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് കേട്ടോ. 15 മിനിറ്റൊക്കെ നമ്മൾ എന്തെങ്കിലും ഒന്ന് ചെയ്യുമ്പോഴേക്ക് 15 മിനിറ്റ് ആയിട്ടുണ്ടായിരിക്കും. ഒരുപാട് നേരം വെച്ചിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ 15 മിനിറ്റാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. നന്നായിട്ട് മസാജ് ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അത് ചെയ്തിട്ട് പിന്നെ ആ ഷാമ്പു ഉപയോഗിച്ചിട്ട് കുളിക്കാൻ പറഞ്ഞത്. 1-2 പ്രാവശ്യം ഞാൻ ആ ഷാമ്പു ഉപയോഗിച്ചു കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ എൻ്റെ മുടി ഡ്രൈ ആവുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ഷാമ്പു ഉപയോഗിക്കേണ്ട, താളി ഉപയോഗിച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ചെമ്പരത്തിയുടെ ഉള്ള ഇലയും പിന്നെ ഉള്ള പൂവും കൂടെ ഒന്ന് പറിച്ചെടുത്തിട്ട് നമ്മളത് മിക്സിയുടെ ജാറിലിട്ട് അടിച്ചിട്ട് നൈസായിട്ടുള്ള ഷാൾ ഉപയോഗിച്ചിട്ടാണ് ഞാനത് അരിച്ചെടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ അത് ഉപയോഗിച്ചിട്ടാണ് ഞാൻ തല കഴുകി എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ റിസൾട്ട് എന്താണെന്നുള്ളത് നമുക്ക് പെട്ടെന്നൊന്നും റിസൾട്ട് കിട്ടില്ലല്ലോ, കുറച്ച് ടൈം എടുക്കും. ഏതായാലും 1 മാസമൊക്കെ ആകുമ്പോഴേക്ക് കുറച്ചെങ്കിലും എനിക്ക് എന്താണ് അതിൻ്റെ വിവരം എന്നുള്ളത് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പറ്റൂ കേട്ടോ. അപ്പോൾ ആ ഒരു ടൈമിൽ ഞാനത് ഷെയർ ചെയ്ത് തരാം. ഞാനിപ്പോൾ അത് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞു. പിന്നെ നമ്മൾ കുറച്ച് മിഠായിയൊക്കെ ഉണ്ടാക്കുന്നതാണ് കേട്ടോ സംഭവം. അപ്പോൾ ഈ ഒരു മിഠായി നമ്മൾ ബിസ്ക്കറ്റ് ഉണ്ടല്ലോ, ബിസ്ക്കറ്റും അതുപോലെ പാൽപ്പൊടിയും പൊടിച്ചെടുത്തിട്ട് പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് പൊടിച്ചെടുത്ത് അത് നെയ്യും പിന്നെ കുറച്ച് എള്ളൊക്കെ നമ്മളിങ്ങനെ ഈ ഒരു ഷേപ്പാക്കി എടുത്തതിന് ശേഷം അതിന് മുകളിൽ കുറച്ച് എള്ളും കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് അങ്ങനെ എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ കുറച്ച് ഒട്ടുന്ന പോലെ ഒരു പേട ഉണ്ടല്ലോ ആ ഒരു പോലെയാണ് കേട്ടോ ഇരിക്കണേ. അപ്പോൾ അത് നമ്മളൊന്ന് ഫ്രിഡ്ജിൽ വെച്ചെടുക്കുക. അപ്പോൾ ഒന്നും കൂടെ ഒന്ന് ഉറയ്ക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതേ നമ്മൾ കുറച്ച് കറുത്ത എള്ളും വെളുത്ത എള്ളും കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. നമുക്ക് എള്ളുമിഠായി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ശർക്കരയും കൂടെ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമ്മളിത് അപ്പൂസിൻ്റെ മുടിയൊക്കെ ഒന്ന് വെട്ടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പകുതി മുക്കാലും ഇവിടെ നിന്ന് വെട്ടിച്ചു കേട്ടോ, മെഷീൻ ഉപയോഗിച്ച് വെട്ടി. അതിന് ശേഷമാണ് പിന്നെ കടയിൽ കൊണ്ടുപോയിട്ട് അത് റെഡിയാക്കി എടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ സമ്മതിക്കില്ല അല്ലാണ്ട് വെട്ടിക്കാൻ വേണ്ടിയിട്ട്, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ പിന്നെ അതിന് ശേഷം കുറച്ച് ചിക്കൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ചിക്കനൊക്കെ ഞാനൊന്ന് നന്നാക്കി വെച്ചു കേട്ടോ. അങ്ങനെ ചിക്കനൊക്കെ ഒന്ന് റെഡിയായി. പിന്നെ ഇന്ന് ഞാൻ സാധാ ചിക്കനല്ല ഉണ്ടാക്കുന്നത്, ജീരക കോഴി ഉണ്ടല്ലോ, അങ്ങനെ ജീരകം ചേർത്തിട്ടുള്ള ഒരു കോഴിക്കറിയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ചിക്കനൊക്കെ നന്നാക്കിയതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടിയും ഉപ്പും മല്ലിപ്പൊടിയും കൂടെ ഇട്ടിട്ട് അത് 4-5 വിസിൽ വെക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൽ നമ്മൾ മഞ്ഞൾപ്പൊടി കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കും, മല്ലിപ്പൊടിയും കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കും, മുളക് പേരിന് മാത്രം ഇട്ട് കൊടുത്തിട്ടുള്ളൂ. പിന്നെ കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് ജീരുള്ളിയും കൂടെ തൊലി കളഞ്ഞിട്ട് അതും കുക്കറിലിട്ടിട്ട് അത് ഒന്നിച്ച് വിസിലടിക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിന് ശേഷമാണ് നമ്മൾ ഉലുവയും അതുപോലെ കുറച്ചധികം ചെറിയ ജീരകവും പിന്നെ അതുപോലെ കുരുമുളകും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഞാൻ വറുത്തെടുത്തിട്ടുണ്ട്. അത് നമുക്ക് പൊടിച്ചെടുക്കണം. ആ ഒരു ടൈം ആയപ്പോഴേക്ക് നമ്മൾ എള്ളിൻ്റെതൊക്കെ ഒന്ന് കുഴച്ചതിന് ശേഷം നമ്മളൊരു എണ്ണ തടവിയിട്ട് പ്ലേറ്റിൽ അതിങ്ങനെ വെച്ചു. എന്നിട്ട് അതിനിങ്ങനെ മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് നമ്മൾ വിചാരിച്ച പോലെ ഒന്നും കിട്ടിയില്ല കേട്ടോ. എന്നിട്ട് എന്ത് ചെയ്തു, അതൊന്ന് ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇത് ഞാൻ പണ്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഞാൻ ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് ഇത് ഏട്ടൻ കയറി ചെയ്തത്. അപ്പോൾ അത് വിചാരിച്ച പോലെ ആയില്ല കേട്ടോ. അപ്പോൾ കാരണം ഞാനത് പറയാൻ വേണ്ടി വന്നപ്പോഴേക്കും ആൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഏതായാലും പിന്നെ കുറച്ച് നേരം അത് ഫ്രിഡ്ജിൽ വെച്ചു. ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം അത് എടുത്തിട്ട് ഭയങ്കര പാടുപെട്ടിട്ടാണ് അതൊന്നും കൊണ്ട് വേർതിരിച്ചെടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അതാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ
പേടയും അതുപോലെ എള്ളുമിഠായും കൂടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് എള്ളുണ്ടയാക്കി എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്കിങ്ങനെ വെക്കേണ്ട ആവശ്യമില്ല, ഉരുട്ടി എടുത്താൽ മാത്രം മതിയേ. പിന്നെ അതേ നമ്മൾ പിറ്റേ ദിവസം രാവിലത്തെ കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ അതേ പിറ്റേ ദിവസം നമ്മൾ കുറച്ച് വെള്ളപ്പം ആണോ എന്ന് ചോദിച്ചാൽ നമ്മൾ ഉണ്ടാക്കുന്നത് വെള്ളപ്പച്ചട്ടിയിലാണ് കേട്ടോ. അപ്പോൾ അതേ അതിന് വേണ്ടിയിട്ട് ഇന്നലെ ഞാൻ കുറച്ച് നാളികേരത്തിൻ്റെ വെള്ളവും അതുപോലെ പഞ്ചസാരയും നാളികേരവും പച്ചരിയും കൂടെയൊക്കെ ഒന്ന് അരച്ചെടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതേ രാവിലെ നമ്മളിത് വെള്ളപ്പച്ചട്ടിയിൽ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. വെള്ളപ്പാവോ എന്നുള്ളതൊക്കെ നമുക്ക് കണ്ടറിയാം കേട്ടോ കൂട്ടുകാരെ. അപ്പോൾ അതേ അതൊന്ന് ചൂടാകാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ ചട്ടിക്ക് കട്ടി കുറവായതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ, ചൂട് ഓവറായി വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അതേ നമ്മൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി. പിന്നെ ഇന്ന് രാവിലെ തന്നെ നമുക്കൊരു പണി എന്തൊരു കാര്യം ഉണ്ടായത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ചായക്ക് വെള്ളം വെച്ചിട്ട് ഞാൻ അകത്തേക്ക് കുറച്ച് വെള്ളം എടുക്കാൻ വേണ്ടി പോയ ടൈമിൽ ഏട്ടൻ എന്ത് ചെയ്തു എന്നറിയോ, കുറച്ച് പാൽപ്പൊടി ഇരിക്കുന്നുണ്ടായിരുന്നു. അത് ചായ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള വെള്ളമാണ് ഞാൻ വെച്ചത് കേട്ടോ. സാധാരണ നമ്മൾ അലുമിനിയത്തിൻ്റെ ചെമ്പിൽ വാലുള്ള ഒരു ചെമ്പിലാണല്ലോ ചായക്ക് വെള്ളം വെക്കുന്നത്. അങ്ങനെ ഞാൻ വെച്ചു. ഏട്ടൻ അത് തിളച്ച സമയത്ത് എന്ത് ചെയ്തു, കുറച്ച് പൊടി ഇട്ട് കൊടുത്തു. ഈ പാൽപ്പൊടി നേരെ അതിക്കടുത്ത് തട്ടി. പാൽപ്പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. 10 രൂപയുടെ പാക്ക് ഉണ്ടല്ലോ, ആ പേക്കാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പക്ഷേ പറ്റിപ്പോയത് എന്താണെന്ന് വെച്ചാൽ അത് പിരിഞ്ഞു പോയിട്ടുണ്ട്. പക്ഷെ അതെങ്ങനെ കേട് വന്നു എന്നുള്ളത് അറിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ വന്ന് നോക്കുമ്പോൾ ഇത് എന്തോ ഒരുമാതിരി ആയിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത് പറഞ്ഞ് ഞാൻ പാൽപ്പൊടി ഇട്ടതാണ്, ഇതിപ്പോൾ എന്താ സംഭവം എന്നോട് ചോദിക്കുന്നുണ്ട്. എനിക്കും അറിയില്ലല്ലോ എന്താ സംഭവം എന്നുള്ളത്. അപ്പോൾ ഏതായാലും കേട് വന്നതാണെന്നുള്ളത് മനസ്സിലായിട്ട്. പക്ഷെ നമ്മൾ പാലൊഴിക്കുന്ന സമയത്ത് നമുക്ക് അങ്ങനെ മനസ്സിലാവും. പക്ഷേ ഈ പാൽപ്പൊടി ഇട്ടിട്ട് ഇങ്ങനെ ഉണ്ടാകുമോ എന്നുള്ളത് നമുക്കറിയില്ലല്ലോ. അപ്പോൾ ഏതായാലും പിന്നെ ഞാൻ അതാണെങ്കിലോ ആ പാത്രത്തിൻ്റെ സൈഡിലൊക്കെ അങ്ങോട്ട് ഒട്ടിപ്പിടിച്ച പോലെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ നോർമലായിട്ടൊന്ന് കഴുകുമ്പോൾ അത് പോകുന്നില്ല, സ്ക്രബ് ഉപയോഗിച്ചിട്ട് കഴുകുമ്പോഴും അത് പോയില്ല. പിന്നെ ഞാൻ അവിടെ അത് വെള്ളം നിറച്ച് വെച്ചതിന് ശേഷം വേറെ പാത്രത്തിലാണ് ചായക്ക് വെള്ളം വെച്ചത് കേട്ടോ. അപ്പോൾ ആ ഒരു ടൈമിൽ അതേ വെള്ളപ്പം കൂടി ഉണ്ടാക്കി എടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്കിവിടെ വെള്ളപ്പം ഉണ്ടാക്കുന്ന സമയത്ത് നടുവിൽ ആ കട്ടി കൂടുതൽ ഉണ്ടാവുമല്ലോ വെള്ളപ്പത്തിന്, അങ്ങനെ ഇഷ്ടമല്ല കേട്ടോ. അങ്ങനെ ഉണ്ടാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ നടുവിലത്തെ പീസ് ഉണ്ടല്ലോ, ആ പീസ് മാത്രം ഇവിടെ എല്ലാവരും മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളത് ആ കുറച്ച് കട്ടിയിലുള്ള ഒരു ഭാഗം ഉണ്ടായിരിക്കില്ലേ, അതവിടെ വെച്ചിട്ട് ബാക്കിയുള്ളതൊക്കെ കഴിക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യാറില്ല. ഞാൻ അങ്ങനെ ചുറ്റിച്ചിട്ട് മാത്രം എടുക്കണത്, മാവ് മാത്രമേ ഒഴിക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ അതവിടെ ആവുന്ന സമയത്ത് നമുക്ക് 2 തേങ്ങയും കൂടി ഒന്ന് പൊളിച്ചെടുക്കാനുണ്ട്. അപ്പോൾ അത് പൊട്ടിച്ചെടുക്കണം കേട്ടോ. 2 തേങ്ങ നമുക്ക് പൊട്ടിച്ചെടുക്കണം. അപ്പോൾ ഇത് ഒന്നിച്ചങ്ങോട്ട് ചിരവി വെക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പൊട്ടിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ ആൾ തേങ്ങ പൊട്ടിക്കുന്ന സൗണ്ട് കേട്ടപ്പോഴേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് കണ്ണിക്ക് തെറിക്കും. ഇപ്പോൾ നമ്മൾ ഇത് വെട്ടുന്ന സമയത്ത് നമ്മൾ കുറച്ച് മുകളിലാണ് നമ്മളെ മുഖമൊക്കെ ഇരിക്കുന്നത്. പക്ഷേ ഞാനിത് വെട്ടുന്ന സമയത്ത് അതിൻ്റെ ഭാഗവും അപ്പൂസിൻ്റെ മുഖവും ഒന്നിച്ചാണ് നേരെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളത് പൊട്ടിക്കുന്ന സമയത്ത് ചിലപ്പോൾ ചിരട്ടയുടെ പൊട്ടൊക്കെ തെറിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ തെറിക്കുമെന്ന് പറഞ്ഞപ്പോൾ അവൻ വേഗം അവിടെ ഇരുന്നിട്ട് തലയൊക്കെ കുമ്പിട്ട് നിൽക്കുകയാണ് ചെയ്യണത് കേട്ടോ. പിന്നെ അതിലിങ്ങനെ പൊടിയൊക്കെ വീഴും കേട്ടോ, വീണിട്ടുണ്ടായിരുന്നു. ചില സമയത്ത് നമ്മൾ അങ്ങനെ എടുക്കുമ്പോൾ പൊടിയൊന്നും വീഴില്ല, നല്ല രീതിയിൽ തന്നെ കിട്ടും കേട്ടോ. ഇപ്പോൾ ഇത് കുറച്ച് പൊടി വീണപ്പോൾ ഞാൻ വേഗം അതൊന്ന് തരിച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കുടിച്ച് കഴിഞ്ഞ് ആൾ പോവുകയും ചെയ്തു കേട്ടോ. ആൾ ഇത് എത്രയേ ഉള്ളൂ, വരുന്നതും പോകുന്നതും ഇതുപോലെയാണ് കേട്ടോ. തേങ്ങ പൊട്ടിക്കുന്ന സൗണ്ട് കേട്ടാൽ എവിടുന്നെങ്കിലൊക്കെ വരും. നാളെ ഒരു ദിവസം ഞാൻ ഇതുപോലെ പൊട്ടിച്ച സമയത്ത് ആൾ ഉറങ്ങുന്ന സമയത്ത് രാവിലെയാണ് പൊട്ടിക്കണത് കേട്ടോ. അപ്പോൾ എന്നിട്ട് അവിടെ നിന്ന് നീറ്റ് വരുന്നുണ്ടായിരുന്നു. എന്നിട്ട് അത് കഴിഞ്ഞ് അതുപോലെ പോവുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ അതൊക്കെ ഒന്ന് പൊളിച്ചെടുക്കുക. ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് ചിരവി വെക്കണം, ഒന്നിച്ച് ചിരവി എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. എനിക്ക് തേങ്ങ ചിരവി എടുക്കാൻ ഭയങ്കര മടിയാണ് കേട്ടോ. മടിയാണെന്ന് പറഞ്ഞാൽ വേറെ ഒരു കാര്യമല്ല, നമ്മളിവിടെ എനിക്ക് ഇരിക്കാൻ പാകത്തിനുള്ള സ്ഥലത്താണ് ഞാൻ ചുക്കുവെള്ളത്തിൻ്റെ ചെമ്പും അതുപോലെ അകത്തേക്ക് വെള്ളം എടുക്കണം ബക്കറ്റും കൊണ്ടുവന്ന് വെക്കുക. അപ്പോൾ അവിടെ ഇരുന്നിട്ട് വേണം നമുക്ക് തേങ്ങ ചിരവി എടുക്കണമെങ്കിൽ. അപ്പോൾ അത് അവിടെ നിന്ന് മാറ്റണമെങ്കിൽ നമ്മൾ വേറെ സ്ഥലത്തുള്ള പാത്രങ്ങൾ മാറ്റിയിട്ട് വേണം ആ ചെമ്പോടെ വെക്കണമെങ്കിൽ. അപ്പോൾ അതൊക്കെ ആലോചിക്കുമ്പോൾ എനിക്ക് ഭയങ്കര മടിയാണ് കേട്ടോ തേങ്ങ ചിരവാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ചിരവി എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ദോശ അതുപോലെ അപ്പം പിന്നെന്താണ് ചപ്പാത്തി ഇങ്ങനെയുള്ള സാധനത്തിനൊക്കെയാണ്, ഇങ്ങനെയുള്ള ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കുന്ന ഒരു ടൈമിലാണ് നമുക്ക് കുറേ നേരം വേണ്ടി വരിക. എന്ന് വെച്ചാൽ നമുക്ക് ബുദ്ധിമുട്ടല്ല, നമ്മൾ അത് തീരില്ല, കുറേ ടൈം അത് ചെയ്തുകൊണ്ടേ ഇരിക്കേണ്ടി വരുമല്ലോ. ഇഡ്ഡലിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ 1-2 ട്രിപ്പ് അങ്ങോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ആൾക്കുള്ളത് കഴിക്കാൻ വേണ്ടി ആയിട്ടുണ്ടാവുമല്ലോ. ഇതങ്ങനെയല്ലല്ലോ, ഇത് ഓരോന്നായിട്ട് വേണ്ട. ആ ഒരു ടൈമിൽ നമുക്കവിടെ വേറെ വെക്കാനും പറ്റില്ല, അങ്ങനെയാണല്ലോ. അപ്പം അങ്ങനെ അതൊക്കെ ഒന്ന്
ചെറിയ വയ്ക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഷോർട്സ് ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഷോർട്സ് ഇടുന്ന ആ ഒരു ടൈമിൽ അതിൽ കുറേ കമൻറ്റ് വരും കേട്ടോ. നമ്മൾ ആ ഷോർട്സ് എന്താണെന്ന് വെച്ചാൽ അതിപ്പോൾ നമ്മളുടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളോ അങ്ങനെയൊന്നും അല്ലല്ലോ ഷോർട്സ് ആക്കിയിട്ട് ഇടുന്നത്. അല്ലാത്ത ഓരോ കാര്യങ്ങൾ നമുക്ക് കുറച്ച് എന്താ പറയുക പറയാൻ തോന്നുന്ന രീതിയിലുള്ളത് അങ്ങനെയുള്ളതൊക്കെ അല്ലേ എഴുതുന്നത്. അപ്പോൾ അതിൻ്റെ കമൻറ്റ് കേൾക്കുമ്പോൾ എനിക്ക് ചിലപ്പോൾ ചിരി വരും കേട്ടോ, അതിൻ്റെ കമൻറ്റുകൾ. അതെന്താ വെച്ചാൽ ഇത് നമ്മൾ പറയുമ്പം ഒന്നുമില്ല എങ്കിൽ കൂടി ഒന്ന് കേൾക്കുന്ന ആളുകൾ വിചാരിക്കും എന്തോ ഉണ്ട് എന്ന് വിചാരിക്കും. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവർ ഈ ഒരു അവസ്ഥ വെച്ചിട്ട് അവരുടെ കാര്യം താരതമ്യം ചെയ്യും. പിന്നെ അതുപോലെ അവർക്ക് അറിയുന്നവരുടെ കാര്യങ്ങൾ താരതമ്യം ചെയ്യും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ താരതമ്യം ചെയ്തിട്ട് നമുക്ക് ചിലപ്പോൾ ഓരോ കമൻറ്റുകൾ വരും കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിക്കും ഇനിയിപ്പോൾ അതിന് ഒന്ന് വിശദീകരിച്ച് റിപ്ലൈ കൊടുക്കാനൊന്നും നമുക്ക് പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ ചിലപ്പോൾ ഒരു സ്മൈലിയൊക്കെ അയക്കും കേട്ടോ. പിന്നെ 1-2 പേർക്കൊക്കെ ഞാൻ റിപ്ലൈ അയച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയല്ല നമ്മൾ ഇന്നത് എന്നുള്ളതല്ല കേട്ടോ, നമുക്ക് പറയാനാണെങ്കിൽ നമുക്ക് ഒരുപാട് പറയാനൊക്കെ ഉണ്ടായിരിക്കുമല്ലോ. പക്ഷെ അങ്ങനെയല്ല, നമ്മളിപ്പോൾ അത് ഞാൻ ഇടുന്നത് കേട്ടോ. ചില ആളുകൾ ചിലപ്പോൾ അവരുടെ അനുഭവത്തിൽ നിന്ന് പഠിച്ചിട്ട് അവരുടെ ജീവിതത്തിൽ നിന്ന് കിട്ടിയ കാര്യങ്ങളൊക്കെ ആയിരിക്കും അങ്ങനെ ഇടുന്നത് കേട്ടോ. അങ്ങനെയുള്ളവരുണ്ടായിരിക്കും. പക്ഷെ ഞാനങ്ങനെയല്ല ഇട്ടിട്ടുള്ളത്. ഞാനിങ്ങനെ നോക്കിയിട്ട് അങ്ങനെ ചെയ്യുന്നൊരു സംഭവമായിട്ടാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ. എൻ്റെ ഒരു ഫ്രണ്ടാണ് എനിക്ക് അങ്ങനെ ഒരു സംഭവം പറഞ്ഞു തന്നിട്ട് തന്നെ ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഞാനത് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞാനിടുന്നത് എന്താണെന്ന് വിചാരിച്ചിട്ട് ആരും എന്താണെന്ന് ചിന്തിക്കേണ്ട. ഞാനും ആയിട്ടൊരു ബന്ധമില്ലാത്ത കാര്യങ്ങളാണ് ഷോർട്സിൽ വരുന്നത് കേട്ടോ, എഴുതി വരുന്നത്, അല്ലാത്തതല്ല. അപ്പോൾ ആ ഒരു കാര്യം ഞാൻ പറയാലോ എന്ന് വിചാരിച്ച് നിന്നതാണേ. അപ്പോൾ ഞാൻ ആ ഒരു കാര്യം ഇവിടെ പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ, അല്ലാതെ വേറെ ഒന്നും ഉണ്ടായിട്ടല്ല. ഷോർട്സും എൻ്റെ ലോങ് വീഡിയോയും കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടായിരിക്കും. അല്ലാത്തവർക്ക് ചിലപ്പോൾ അത് ക്ലിക്ക് ആയിക്കൊള്ളണം എന്നില്ല കേട്ടോ. എന്തായാലും ഞാനൊന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. പിന്നെ അതേ അരിയൊക്കെ എടുക്കാൻ വന്ന സമയത്ത് അപ്പൂസെന്നെ കളിപ്പിക്കാൻ വേണ്ടി അവിടെ അരിയിട്ട് പോയിട്ടോ, എന്നിട്ട് അടിക്കാൻ നോക്കിയപ്പോൾ കിട്ടിയില്ല കേട്ടോ. അതാണ് ഇവിടെ ഉണ്ടായത്. അപ്പോൾ എൻ്റെ ഇന്നത്തെ കുഞ്ഞു വീഡിയോയും വിശേഷങ്ങളും ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഇത്ര നേരം വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുക. നാളെ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം.